വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. കാരണം എന്തുകൊണ്ടാണെങ്കിൽ 50% ക്വസ്റ്റ്യൻസും മിക്ക പരീക്ഷകളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പത്രത്തിന്റെ പേരാണ് ജന്മഭൂമി. ജന്മഭൂമി എന്ന പത്രം രചിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്, ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ച വ്യക്തിയുടെ പേര് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. അതായത് അയഡിൻ കണ്ടെത്തിയത് ആരാണ്? അയഡിൻ കണ്ടെത്തിയത് ആരാണ്? അയഡിൻ കണ്ടെത്തിയത് ബെർണാഡ് കോർട്ടോയിസ് ആണ്. ആരാണ്? ബെർണാഡ് കേട്ടോ. ബെർണാഡ് കോർട്ടോയിസ് ആണ്. അയഡിൻ കണ്ടെത്തിയ ആളുടെ പേര് ബെർണാഡ് കോർട്ടോയിസ്. അപ്പോ ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചു പട്ടാഭി സീതാരാമയ്യ. അയഡിൻ കണ്ടുപിടിച്ചു ബെർണാഡ് കോർട്ടോയിസ്. കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ബാങ്ക് ഏതാണ്? ട്രാവൻകൂർ പെർമനന്റ് ബാങ്ക് എന്നാണ് അതിന്റെ പേര്. എന്താണ്? ട്രാവൻകൂർ പെർമനന്റ് ബാങ്ക്. ട്രാവൻകൂർ പെർമനന്റ് ബാങ്ക് ആണ് കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ബാങ്ക്. അടുത്തത് പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയില് ആദ്യമായി നടപ്പിൽ വരുത്തിയ സംസ്ഥാനം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ ആണ്. മണിപ്പൂർ. പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് മണിപ്പൂർ ആണ്. ഇനി അടുത്തത് കേരളത്തിൽ ഗുൽസാരി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കേരളത്തിൽ ഗുൽസാരി എന്ന പുസ്തകം രചിച്ചത് ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിൽ ഗുൽസാരി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അടുത്തത് ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ചാവക്കാടാണ്. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാവക്കാടാണ്. അടുത്തത് കിൻഫ്ര. എന്താണ്? കിൻഫ്ര. എന്നാണ് കിൻഫ്ര സ്ഥാപിതമായത്? 1993 കിൻഫ്ര സ്ഥാപിതമായത് 1993 കേരളത്തിൽ രണ്ടാമതായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? കേരളത്തിൽ രണ്ടാമതായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. കേരളത്തിൽ രണ്ടാമതായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അടുത്തത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മുറജപം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കാറുണ്ട് അല്ലെ. അത് ഈ മുറജപം നടന്നിരുന്നത് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനാണ്. അന്ന് തിരുവിതാംകൂർ രാജ്യം, കൊച്ചി രാജ്യം അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടാണെന്നുള്ളൂ, രാജവംശങ്ങളായിട്ടായിരുന്നുള്ളൂ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി എത്ര വർഷത്തിൽ ഒരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം എന്ന ചടങ്ങ് നടത്തി വരാറുണ്ടായിരുന്നത്? 6 വർഷം. 6 വർഷത്തിൽ ഒരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മുറജപം എന്ന ചടങ്ങ് നടത്തി വരാറുള്ളത്. അടുത്തത് സ്ഫോടക വസ്തുവാണ് RDX എന്ന് നമുക്കറിയാം അല്ലെ. ആ സ്ഫോടക വസ്തുവായ RDXന്റെ പൂർണ്ണ രൂപം എന്താണ്? എന്താണ് RDXന്റെ പൂർണ്ണ രൂപം? റിസർച്ച്. എന്താണ്? റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. എക്സ്പ്ലോസീവ്. എന്താണ്? റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ് എന്നാണ്. റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ് ട്ടോ എന്നാണ് RDXന്റെ പൂർണ്ണ രൂപം എന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്തത് ഓരോ പ്രാവശ്യവും നമ്മൾ ഉള്ളിലേക്ക്
എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ എന്താണ് വിളിക്കുന്നത്? ഓരോ പ്രാവശ്യവും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ വിളിക്കുന്നത് ടൈഡൽ വോളിയം എന്നാണ്. എന്താ വിളിക്കണേ? ടൈഡൽ വോളിയം എന്നാണ് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈഡൽ വോളിയം എന്നാണ് വിളിക്കുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയുടെ പേര് മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ് എന്നാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ് ആണ്. ഇനി ഇന്ത്യയുടെ ജനസംഖ്യ ഔദ്യോഗികമായി 100 കോടി തികഞ്ഞത് എന്നാണ്. 2000 മെയ് 11 ഇന്ത്യയുടെ ജനസംഖ്യ ഔദ്യോഗികമായി 100 കോടി തികഞ്ഞത് 2000 മെയ് 11 ലോകസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ലോകസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അനന്തശയനം അയ്യങ്കാർ. അനന്തശയനം അയ്യങ്കാർ. ലോകസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? അനന്തശയനം അയ്യങ്കാർ ആണ്. അടുത്തത് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുടെ പേരാണ് മാന്നാർ ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ്. മാർത്താണ്ഡവർമ്മയും കായംകുളത്തുള്ള രാജാവും തമ്മിലാണ് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇവർ തമ്മിൽ മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് ചോദിക്കണേ. 1742 1742 മാന്നാർ ഉടമ്പടി. ഇനി അടുത്തത്, നമുക്ക് നന്നായി ശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയ്ക്ക് എന്ത് വിളിക്കുന്നു? നമുക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടില്ല അല്ലെ? അങ്ങനെയുള്ള ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് അസ്ഫിക്സിയ എന്നാണ്. അസ്ഫിക്സിയ. എന്താണ്? അസ്ഫിക്സിയ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലഭ്യമാകാത്ത അവസ്ഥ, കൃത്യമായിട്ട് ശ്വസിക്കാൻ പറ്റാണ്ടാവുമ്പോ ഓക്സിജൻ ലഭ്യമാകാത്ത അവസ്ഥയെ ആണ് അസ്ഫിക്സിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് നോക്കൂ, ലഗൂണുകളുടെ നാട്. ലഗൂണുകളുടെ നാട് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലഗൂണുകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കേരളമാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ആ കൃതിയുടെ പേര് ഇതാണ്, ബ്രാൻഡിങ് ഇന്ത്യ. ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി. ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന കൃതി രചിച്ചത് ആരാണ്? ആരാന്നറിയാമോ നിങ്ങൾക്ക്? അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത്. ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന കൃതി രചിച്ചത് അമിതാഭ് കാന്ത് ആണ്. അടുത്തത് ഒരു രോഗത്തിന്റെ പേരാണ്. രോഗത്തിന്റെ പേര് ജയിൽ ഫീവർ എന്നാണ്. ജയിൽ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ടൈഫസ് ആണ്. ഏത് രോഗമാണ്? ടൈഫസിനെയാണ് നമ്മൾ ജയിൽ ഫീവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ഒരു ക്രിക്കറ്റ് താരത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ആഷസ് ഡയറി എന്നാണ് ആ പുസ്തകം. ഈ ആഷസ് ഡയറി എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ആര് എന്നാണ് നമുക്കറിയേണ്ടത്? മൈക്കിൾ ക്ലർക്ക് ആണ്. അപ്പൊ മൈക്കിൾ ക്ലർക്കിന്റെ പുസ്തകത്തിന്റെ പേരാണ് ആഷസ് ഡയറി. അപ്പൊ ആഷസ് ഡയറി എന്ന പുസ്തകം എഴുതിയ ക്രിക്കറ്റ് താരത്തിന്റെ പേര് മൈക്കിൾ ക്ലർക്ക് എന്നാണ്. ഇനി അടുത്തത് മദർ തെരേസ. മദർ തെരേസയ്ക്ക് എന്നാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1979 മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് 1979
2009 ഇനി ലോക്സഭയുടെ കാലയളവ് ആദ്യം 5 വർഷമായിരുന്നു. ആ 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി മാറ്റിയത് ഏത് പ്രധാനമന്ത്രിയാണ് എന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പൊ ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അടുത്തത് വ്യവസായ മേഖലകൾ ഉണ്ടാവുമല്ലോ. ആ വ്യവസായ മേഖലകളില് നിറച്ചു പുകയും മൂടമഞ്ഞും കൂടിക്കലർന്ന് ഒരു രൂപം ഉണ്ടാകുന്നു. ആ അന്തരീക്ഷ അവസ്ഥയ്ക്ക് നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്മോഗ്. എന്താ വിളിക്കുക? സ്മോഗ്. അപ്പൊ വ്യവസായ മേഖലകളിലാണ് എന്തുണ്ടാകുന്നത്? സ്മോഗ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് എന്തൊക്കെ കൂടിക്കലർന്നതാണ്? പുകയും അതുപോലെ തന്നെ മൂടൽ മഞ്ഞും കൂടിക്കലർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മോഗ് എന്ന് വിളിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഇനി അടുത്തത് തെളിഞ്ഞ അന്തരീക്ഷത്തിൽ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉള്ള സമയത്ത്, തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന നേർത്ത തൂവൽ കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളെ എന്ത് വിളിക്കുന്നു? സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളുടെ പേര് എന്താണ്? സിറസ് മേഘങ്ങൾ എന്നാണ്. എന്താണ് മേഘങ്ങളുടെ പേര്? സിറസ് മേഘങ്ങൾ എന്നാണ്. അടുത്തത് കർഫ്യൂ. കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഗ്നിയെ മൂടുക എന്നാണ്. അഗ്നിയെ മൂടുക എന്നാണ് കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ എന്താണ് കർഫ്യൂ എന്നറിയാത്തവർക്ക് ടീച്ചർ പറഞ്ഞു തരാം. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികളെയാണ് നമ്മൾ കർഫ്യൂ എന്ന് വിളിക്കുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികളാണ് കർഫ്യൂ. ആ കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിയെ മൂടുക എന്നത്, അല്ലെ? അടുത്തത് നഗരപ്രദേശങ്ങളില് ആരുണ്ടായിരിക്കും? വാർഡ് മെമ്പർ ഉണ്ടായിരിക്കും. ആ നഗരപ്രദേശങ്ങളിലെ വാർഡ് മെമ്പറെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? കൗൺസിലർ എന്ന് വിളിക്കുന്നു. നഗരപ്രദേശങ്ങളിലെ വാർഡ് മെമ്പറെ വിളിക്കുന്നത് കൗൺസിലർ എന്നാണ്. അടുത്തത് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറ കഷണങ്ങളെ എന്ത് പേരിട്ട് വിളിക്കാം? ഉൽക്കകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഉൽക്കകൾ? ബഹിരാകാശത്ത് നിന്ന് എവിടേക്ക് വരികയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന പല വലിപ്പമുള്ള പാറ കഷണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉൽക്കകൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ആമസോൺ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ആമസോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. അന്തരീക്ഷത്തിന്റെ താപനില വളരെ അധികം കുറയ്ക്കുന്ന അല്ലെങ്കിൽ താഴ്ത്തുന്ന കാറ്റുകളെ നമ്മൾ എന്തു വിളിക്കുന്നു? ശീതക്കാറ്റുകൾ. അന്തരീക്ഷ താപനില വളരെയധികം കുറയ്ക്കുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്നത് എന്ത് പേരിലാണ്? ശീതക്കാറ്റുകൾ എന്നാണ്. ഇനി അടുത്തത് ഇന്ത്യയിൽ എപ്പോഴാണ് കടലാസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? 13ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഏത് നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ കടലാസ് ഉപയോഗം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 13ാം നൂറ്റാണ്ട് എന്ന് പറയണം. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്.
മൗലിക അവകാശങ്ങൾ അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്. മൗലിക അവകാശം രൂപപ്പെടുന്നതിൽ സ്വാധീനം ചെലുത്തിയത് ഏത് ഭരണഘടനയാണ്? ഏത് ഭരണഘടനയാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. ഏത് ഭരണഘടനയാണ്? അമേരിക്കൻ ഭരണഘടന. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ട്ടോ. അപ്പൊ പ്രീവിയസ് ഇയറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ടീച്ചറെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാച്ച ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.